1.25 മാസത്തിൻ്റെ വ്രതത്തിന് ശേഷം ഇതാ ഇന്ന് മാളു മാലയിടാൻ പോവാണ് കേട്ടോ. മാളു മാത്രമല്ല കന്നിസ്വാമിയായിട്ട് കിച്ചും അമ്മയും അതേപോലെ മാളും എല്ലാവരും മാലയിടാണ് കേട്ടോ. വീട്ടിലെ അനിയേട്ടനും പിന്നെ അവരെ ഏട്ടനും അനിയനും ഒക്കെ മാലയിടുന്നുണ്ട്. അപ്പോൾ ഇതാണ് മലപ്പുറം ചമ്രവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചമ്രവട്ടം അയ്യപ്പസ്വാമി ക്ഷേത്രമാണിത്. ഇവിടെ വൃശ്ചിക മാസമായാൽ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് കേട്ടോ മാല ഇടിച്ചത്. അപ്പോൾ അതാ എന്തോരം തിരക്ക്, ഭയങ്കര തിരക്കാണ്. ഒരു 5 മണിയായപ്പോൾ ഞങ്ങളിവിടെ എത്തി. പക്ഷേ അപ്പം തന്നെ ഭയങ്കര തിരക്കാണ്. ഫസ്റ്റ് ആദൂനാണ് കേട്ടോ മാല ഇട്ടത്. പിന്നെ അതാ മാളൂന് മാല ഇടുന്നു. എല്ലാവരും അങ്ങനെ മാല ഇട്ട് ഞങ്ങളവിടുത്തെ ഗുരുസ്വാമീനെയാണ് കേട്ടോ മാല ഇട്ട് തരുന്നത്. അവിടെ നിൽക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു കേട്ടോ. മാല ഇട്ടതിന് ശേഷം അതൊരു തേങ്ങ കുടച്ച് എല്ലാവരും തേങ്ങ കുടച്ചിട്ടാണ് വരുന്നത്. മാള് എറിഞ്ഞ തേങ്ങ മാതു എറിഞ്ഞ തേങ്ങ റെഡി ആയില്ല കേട്ടോ, പൊട്ടിയില്ല. എന്നിട്ട് അവർ തന്നെ എടുത്ത് പൊട്ടിക്കുക ചെയ്ത്. അവർ ചെറിയ കുട്ടികളല്ല, അവർക്ക് ഇങ്ങനെ ഊക്കോട് കൂടി എറിയാനൊന്നും പറ്റൂലല്ലോ. അയ്യപ്പ ക്ഷേത്രം വന്നിട്ട് ഭാരതപ്പുഴേൻ്റെ നടുവിലാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു നേരെ ഫ്രണ്ടിൽ തന്നെ പുഴയ്ക്കാട്ടോ ഇറങ്ങിയിരിക്കുന്നത്. തൊട്ട് ബാക്കിലും പുഴ തന്നെയാണ് കേട്ടോ. ഫ്രണ്ടിൽ കൂടിയും ബാക്കിൽ കൂടിയും വെള്ളം ഒഴുകാറുണ്ട്. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നടുവിൽ ഒരുപാട് മീനും ഉണ്ട്. പിന്നെ താമരയൊക്കെ നല്ല മുട്ടിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാ. താമരയൊക്കെ മുട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ അമ്പലത്തേക്ക് പോകുമ്പോൾ കാലൊക്കെ കഴുകിയിട്ടാട്ടോ പോയത്. ആക്ച്വലി അവിടുന്ന് ഇതിലൂടെ നടന്നിട്ടും വരാം, ഈ ബ്രിഡ്ജിൽ കൂടിയും വരാം കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡൊക്കെ പുഴയാണ്. അപ്പുറത്ത് തന്നെ ചമ്രവട്ടം റെഗുലേറ്ററും കൂടിയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ശബരിമല തിരക്കൊക്കെ എന്തായിരിക്കും അല്ലേ. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഫുൾ വീഡിയോ ഷോർട്സിൽ എല്ലാതും കൂടി ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീഡിയോയിലിടാം കേട്ടോ.